അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. സ്നേഹമുള്ളവരെ, റമദാൻ ക്യാമ്പയിൻ നടക്കുകയാണ്. തറാവീഹ് 20 റക്അത്ത് ആധികാരികത എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്. വിശുദ്ധ റമദാനു ഷരീഫിൽ തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്നവരും ആണ്. തറാവീഹ് 20 റക്അത്ത് ആണ് എന്നുള്ളത് മുസ്ലിം ലോകം അംഗീകരിച്ച കാര്യം ആണ്. അതിന് ആധികാരികമായ തെളിവുകൾ ധാരാളമുണ്ട് താനും. ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചിരുന്നു. 3 ദിവസം നിസ്കരിച്ചു. ജനബാഹുല്യം കൊണ്ട് നിർബന്ധമായി പോകുമോ എന്ന് ഭയപ്പെട്ട് റസൂലുള്ള പിന്നീട് നിർത്തിവെച്ചു. റസൂലുള്ളാഹി തങ്ങൾ എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പിൽക്കാലത്ത് നിസ്കരിച്ചിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും നിസ്കരിച്ചിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും നിസ്കരിച്ചിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് തറാവീഹ് 20 റക്അത്താണ്, അത് ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത് എന്ന് തീരുമാനിച്ചത്. ഖലീഫ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു സംഗതിയല്ലേ, അത് സ്വീകരിക്കാൻ മുസ്ലിം ലോകത്തിന് ബാധ്യതയുണ്ടോ, അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ചർച്ച. വിശുദ്ധ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ആവശ്യപ്പെടുന്നുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെയും അനുസരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നാലും അത് നിങ്ങൾ മുറുകെ പിടിക്കണം. പ്രവാചകൻ എന്തൊന്ന് വിരോധിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ വെടിയുകയും ചെയ്യണം എന്നും ഖുർആൻ ഷരീഫിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങൾ എന്തൊരു കാര്യം പറഞ്ഞാലും അത് നമ്മൾ സ്വീകരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം, ഖുലഫാഉർ റാഷിദുകളുടെ ചര്യവും നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പോൾ ഖുലഫാഉർ റാഷിദുകൾ എന്തെങ്കിലും ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ അത് അംഗീകരിക്കണം എന്ന് ചുരുക്കം. അത് ദീനിന്റെ വിഷയത്തിലാണ്. അപ്പോൾ ഖുലഫാഉർ റാഷിദുകൾ നടപ്പിലാക്കിയ എല്ലാ കാര്യവും അംഗീകരിക്കൽ മുസ്ലിം ലോകത്തിന് ബാധ്യതയാണ്, കടമയാണ്, കർത്തവ്യമാണ്. അത് നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് തറാവീഹ് 20 റക്അത്തായി നിസ്കരിക്കുക, അത് ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് പരിശുദ്ധമായ ഖുർആനു ഷരീഫ് ഗ്രന്ഥരൂപത്തിൽ ആക്കുന്നത്. അത് മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, ഇപ്പോഴും അത് ചോദ്യം ചെയ്യുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് ആണ് ഹിജറ കലണ്ടർ സർവാംഗീകൃതമായത്, ഒരു കലണ്ടറായി സ്വീകരിച്ചത്. അന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ആരും എതിർത്തിട്ടില്ല, മുസ്ലിം ലോകം എതിർത്തിട്ടില്ല. ഇപ്പോഴും അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു, ഹിജറ കലണ്ടർ. അതുപോലെ തന്നെയാണ് തറാവീഹിന്റെ കാര്യത്തിലും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള പ്രമുഖ സഹാബിമാരും സഹാബിയാത്തും ജീവിച്ചിരിക്കുന്ന കാലമാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്തായി നിശ്ചയിച്ച് ജമാഅത്തായി നിർവഹിക്കണമെന്ന് പറയുന്നത്. അവരാരും തന്നെ ഉമറുൽ ഫാറൂഖിനെ എതിർത്തിട്ടില്ല. ആ പറഞ്ഞത് ശരിയല്ല, അതിൽ തെറ്റുണ്ട്, അത് റസൂലുള്ള ചെയ്യാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ടൊക്കെ തന്നെ പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം 20 റക്അത്തായിട്ടാണ് എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, അംഗീകരിക്കാവുന്നതാണ്.
മുസ്ലിം ലോകത്തിന് ഈ പറഞ്ഞതൊക്കെ തന്നെ തെളിവുകൾ ധാരാളമാണ്. എന്നാൽ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വളഅൽ ഹഖ്ഖ അലാ ലിസാനി ഉമറ വഖൽബിഹി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് സ്ഥാപിച്ചിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു സംഗതി പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്, അത് സുവിദിതമായ സംഗതിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, മാ നസല ബിന്നാസി അംറുൻ ഖത്തു ഫഖാലു ഫീഹി വഖാല ഫീഹി ഉമറു ഇല്ലാ നസല ഫീഹിൽ ഖുർആനു അലാ നഹവി മാ ഖാല ഉമറു. നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൽ ആളുകൾ പലതും പറയും. ഉമറുൽ ഫാറൂഖ് തൻ്റെ അഭിപ്രായവും പറയും. എന്നാൽ പിന്നീട് ഉമറുൽ ഫാറൂഖ് പറയുന്ന അഭിപ്രായത്തിനെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഇറങ്ങും എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, വാഫഖ്തു റബ്ബി ഫീ സലാസ്, 3 കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് യോജിച്ചിട്ടുണ്ട് എന്ന്. ഉമറുൽ ഫാറൂഖ് 3 കാര്യം ആണ് പറഞ്ഞത് എങ്കിലും ഏകദേശം 21ഓളം സ്ഥലങ്ങളിൽ, കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹപ്രകാരം പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അത് പറയുന്നു, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലവിത്തഖത മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മഖാം മുസല്ലയാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പരിശുദ്ധമായ ഉംറ നിർവഹിക്കുമ്പോൾ, ഹജ്ജ് നിർവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു തവാഫ് നിർവഹിക്കുമ്പോൾ, ഹജ്ജിന്റെയോ ഉംറയുടെ തവാഫ് നിർവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണയുള്ള തവാഫ് നിർവഹിക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ആ തവാഫിന്റെ ശേഷം പ്രത്യേകമായ സുന്നത്ത് നിസ്കാരം ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക എന്നത് ഇല്ലായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ നിസ്കരിക്കും. എന്നാൽ ഉമറുൽ ഫാറൂഖിന്റെ മനസ്സിലൊരാഗ്രഹം, അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഉടനെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം മഖാം നിങ്ങൾ മുസല്ലയാക്കണം, നിസ്കരിക്കുന്ന സ്ഥലമാക്കണം. സൂറത്തുൽ ബഖറ 125-ാമത്തെ ആയത്താണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹപ്രകാരമാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് അബ്ദുല്ലാഹിബ്നു ഉമറുൽ ഖത്താബിനെ കുറിച്ച്, അത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. സുനൻ അബൂ ദാവൂദിൽ നമുക്കത് കാണാൻ കഴിയും. ഇന്നല്ലാഹ വളഅൽ ഹഖ്ഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി എന്ന്. രണ്ടാമത്തത് ഹിജാബിന്റെ ആയത്തിറങ്ങിയതും ഉമറുൽ ഫാറൂഖിന്റെ താൽപര്യപ്രകാരമാണ്, ആഗ്രഹപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ലൗ അമർത നിസാഅക അൻ യഹ്തജ്ബന, നബിയെ അങ്ങയുടെ ഭാര്യമാരോട് അങ്ങ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് ഹിജാബ് ധരിക്കാൻ പറഞ്ഞാൽ എത്ര നന്നായിരുന്നു. പുറത്തിറങ്ങുകയാണ് എങ്കിൽ ഫഇന്നോ യുകല്ലിമുഹുന്നൽ ബർറു വൽ ഫാജിറു, അവരോട് എല്ലാ തരത്തിലുള്ള ആളുകളും സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, അത് സഹിക്കാൻ കഴിയുന്നില്ല. നല്ലവരും അല്ലാത്തവരും, ദുരുദ്ദേശത്തോടു കൂടിയും സതുദ്ദേശത്തോടു കൂടിയും ഒക്കെ സംസാരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവർക്കൊരു മറ വേണം. ഉടനെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജനാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫന ഫലാ യുദൈൻ വ കാനല്ലാഹു ഗഫൂറർ റഹീമ. സൂറത്തുൽ അഹ്സാബിൽ 59-ാമത്തെ ആയത്ത്.
അപ്പോൾ ആ നിയമം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്ക് മാത്രമല്ല, ഈ മക്കൾക്കും, കുല്ലി അസ്വാജിക്ക ഭാര്യമാരോട്, വ ബനാത്തിക്ക മക്കളോട്, പെൺമക്കളോട്, വനിസായിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളായ മുഴുവൻ സ്ത്രീകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു, ഇനി പുറത്തിറങ്ങുന്ന സമയത്ത് ഹിജാബോട് കൂടിയേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന്. അതുപോലെ തന്നെ മൂന്നാമത്തെ സംഗതി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭാര്യമാരൊക്കെ നിസ്സഹകരിക്കുന്ന ഒരു പ്രശ്നം ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഏതാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിലേക്ക് പോകാതെയായി. സ്വഹാബത്തിന്റെ ഇടയിൽ അതിങ്ങനെ ഒരു ചെറിയ ചർച്ചയായി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരൊക്കെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ത്വലാഖ് ചൊല്ലിയിരുന്നില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിഷയം അറിഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭാര്യമാരെ കണ്ടിട്ട് പറഞ്ഞു, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന. നബിയെങ്ങാനും നിങ്ങളെ ത്വലാഖ് ചൊല്ലുകയാണ് എങ്കിൽ നിങ്ങളെക്കാൾ മുന്തിയ സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം ചെയ്ത് കൊടുക്കും, പകരം കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ ഇടയുണ്ട് എന്ന വിവരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സങ്കടം കണ്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭാര്യമാരോട് പറഞ്ഞു. ഉടനെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അതുപോലെ തന്നെ മഹാനബി ഫാറൂഖ് പറഞ്ഞ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ തയ്യിബാത്തിൻ വ അബ്കാറ. സൂറത്തു തഹരീമിൽ 5-ാമത്തെ ആയത്ത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ആയത്തുകൾ ഇറക്കിയിരിക്കുകയാണ്. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം 20 റക്അത്താണെന്ന് തീരുമാനിച്ചത്. അത് ജമാഅത്തായി നടത്തണമെന്ന് തീരുമാനിച്ചത്. പ്രിയമുള്ളവരെ, അതിന് മുമ്പ് അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കേണ്ടതില്ല. റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നും നോക്കേണ്ടതില്ല. സിദ്ദീഖുൽ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് നടപ്പിലാക്കിയ ഇല്ല എന്നും ചിന്തിക്കേണ്ടതില്ല. ഉമറുൽ ഫാറൂഖ് നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും. അതൊരു തരം ഇൽഹാമാണ്. ആ ഇൽഹാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖദ് കാന യകൂനു ഫിൽ ഉമമി ഖബ്ലകും മുഹദ്ദിസൂൻ ഫഇൻ യകുൻ ഫി ഉമ്മതി മിൻഹും അഹദുൻ ഫഇന്ന ഉമർ ഇബ്നുൽ ഖത്താബി മിൻഹും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പൂർവകാലത്തുള്ള സമുദായങ്ങളിൽ മുഹദ്ദിസീങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. മുഹദ്ദിസൂൻ, ചില കാര്യങ്ങൾ പറയുകയും അത് യാഥാർത്ഥ്യമായി പുലരുകയും ചെയ്യുന്നവർ. ഫഇൻ യകും ഫി ഉമ്മത്തി മിൻഹും അഹദുൻ, അത്തരം മുഹദ്ദിസീങ്ങളിൽ ആരെങ്കിലും എൻ്റെ ഉമ്മത്തിൽ ഉണ്ടെങ്കിൽ ഫഇന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിൻഹും, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തരത്തിൽപ്പെട്ട ആളാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇൽഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ ഒരു ഉൾവിളി, ഒരു ദൈവികമായ ഒരു ഉൾവിളി. വഹയ്യ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. വഹയ്യ് പ്രവാചകന്മാർക്കേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അതുപോലെയുള്ള ഒരു ഉൾവ് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഉൾവിളിയാകുന്നു ഇൽഹാം. അത് ഇൽഹാമാണ് എന്ന്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള സംഭവം നോക്കൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, റഅയ്തു ഫിൻ നൗമി അന്നി ഉഅതീതു ഉസ്സൻ മംലൂഅൻ ലബന. ഞാൻ ഒരിക്കൽ സ്വപ്നം കണ്ടു, എനിക്ക് ഒരു പാത്രം നിറയെ പാൽ ലഭിച്ചിരിക്കുന്നു. ഫശരിബ്തു ഹത്താ തമല്ലതു ഹത്താ റഅയ്തു യജ്രി ഫി അറൂഖി ബൈനൽ ജിൽദി വൽ ലഹ്മി. അപ്പം ഞാനത് കുടിച്ചു, എൻ്റെ വയറ് നിറയുന്നത് വരെ കുടിച്ചു. അങ്ങനെ അത് ആ പാല് എൻ്റെ ശരീരത്തിൻ്റെ തോലിയുടെയും മാംസത്തിൻ്റെയും ഇടയിലൂടെ ഞരമ്പുകളിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്, നടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഫളുലത്തുൻ, ഒരു കുറച്ച് ബാക്കിയായി. ഫഅതൈതുഹാ ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തു.
ഫഅവ്വിലുഹ, അതൊന്ന് വ്യാഖ്യാനിക്കൂ. ഞാൻ എങ്ങനെ സ്വപ്നം കണ്ട്, നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? സ്വഹാബത്തിനോട്. ഖാലു, അവർ പറഞ്ഞു, യാ നബിയല്ലാ, ഹാദാ ഇൽമുൻ അഅതാകഹു അല്ലാഹു ഫമലഅക മിൻഹു ഫഫളിലത ഫളലത്തുൻ ഫഅതൈതഹ ഉമർ ഇബ്നുൽ ഖത്താബ്. നബിയെ, അത് ഇൽമിനെ കുറിച്ചല്ലേ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് നൽകിയ അറിവ്, ആ അറിവ് അങ്ങ് നാവോളം നിറഞ്ഞു. പിന്നീട് കുറച്ചുണ്ടായിരുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അസബത്തും, അതെ, അസബത്തും, അത് ശരിയാണ് എന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നോക്കൂ, അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്ന അറിവുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയാറുണ്ട്, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ട് വന്ന സമയത്ത് ദറബ സദറ ഉമറ ബിയദിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൈ കൊണ്ട് ഉമറുൽ ഫാറൂഖിന്റെ നെഞ്ചത്ത് ഇങ്ങനെ തട്ടിയിട്ടുണ്ട്. ഹീന അസ്ലമ, അദ്ദേഹം മുസ്ലിമായ സമയത്ത് സലാസ മറാത്തിൻ, 3 പ്രാവശ്യം തട്ടിയിട്ടുണ്ട്. വഹുവ യഖൂലു, ഉമറുൽ ഫാറൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ അഖ്രിജ് മാ ഫീ സദ്രി ഉമറ മിൻ ഖില്ല്, ഉമറുൽ ഫാറൂഖിന്റെ ഹൃദയത്തിലുള്ള കുശുമ്പും പോരും അങ്ങനെയുള്ള ദുഷിച്ച എല്ലാ സ്വഭാവങ്ങളും എടുത്ത് ഒഴിവാക്കണം. വഅബ്ദിൽഹു ഈമാന, എന്നിട്ട് അവിടെ പകരം ഈമാൻ നിറക്കണം എന്ന്. യഖൂലു ദാലിക സലാസ മറാത്ത്, 3 പ്രാവശ്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം അഹമ്മദ്, ഇമാം ബസ്സാർ, ഇമാം തബറാനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നേരത്തെ നമ്മൾ ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമറ വഖൽബിഹി, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന്. ആ ഉമറുൽ ഫാറൂഖാണ് പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ് എന്ന് തീരുമാനിച്ചത്, ജമാഅത്തായി നിർവഹിക്കണമെന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, ശങ്കിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല. മുസ്ലിം ലോകം അത് അംഗീകരിക്കേണ്ടതാണ്. ഉമറുൽ ഫാറൂഖിനെ സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും വിശുദ്ധ റമളാനു ഷരീഫ് കൊണ്ട് എല്ലാവിധ വിജയങ്ങളും കൈവരിക്കുവാനും നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.